ഇവിടെ ലോ സീമിൽ എലക്സ് ഷാഡോ വരുന്നു. പിന്നെ സ്റ്റോൺ, വൈപ്പർ, ഷാഡോ, ആഷ്യർ എന്നിവരാണ് ലോ സീമിൽ വരുന്നത്. പിന്നെ ഇവിടെ വരുന്നത് റാഗി സ്പോർട്സ് ആണ്. TGA, ഗ്രീനോ, TGA KG, ഗോഗോ, D2K സോളോൺ എന്നിവരാണ് വരുന്നത്. ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കണം. ഇവിടെ ഗ്രീനോ വീണ് നിൽക്കുന്നു. ഷാഡോൻ്റെ നല്ലൊരു ഇത്. അതവിടെ ഇവിടെ രണ്ട് പേരാണ് ഇവിടെ നിന്ന് വീണിട്ടുള്ളത്. ജോസിമിൻ്റെ നല്ലൊരു അടി തന്നെയാണ് ഇവിടെ. TGA KG അത് ആഷിറിൻ്റെ ഒരു നല്ലൊരു അടി. ആഷിർ നോക്കിയിട്ടാണ് ഇപ്പോൾ ഇവരെ റാഗി സ്പോർട്സിൻ്റെ ഇവിടെ ഇതാവുന്ന കളിച്ച ഇവിടെ 4 പേരും കൂടി ഒരുമിച്ച് വരുന്നു. D2K സോളിനെ അടിക്കും. അതുപോലെ നോക്കിട്ടെങ്കിലും അവിടെ പഴയുന്നില്ല. ഷാഡോ എടുക്കുന്നു. അങ്ങനെ ഫസ്റ്റത്തെ കളി ലൗസിയും എടുത്തിരിക്കുന്നു ഒരു റൗണ്ടുമായി. അലിഞ്ഞ് കളിക്കുകയാണ് റാഗി സ്പോർട്സ്. നല്ലൊരു അടി പൊട്ടുന്നു ഇവിടെ. നല്ലൊരു അടി. ഏതാ സ്റ്റോൺ TGA ഗ്രീനിന് എടുക്കുന്നു. അതിനുള്ളിൽ കൂടെ വന്നുള്ളൊരു വരവായിരുന്നു. അങ്ങനെ റാഗി സ്പോർട്സിൻ്റെ ഒരു എനിമി ഡൗൺ. രണ്ടാമത്തെ എനിമിത്തൊക്കെ ആയിരിക്കുന്നു ഗോഗു. അവിടെ നല്ലൊരു സപ്പോർട്ട് തന്നെയാണ്. അവിടെ റാഗി സ്പോർട്സിന് ഒരുത്തൻ അടിച്ചിട്ട് ആശ്രമം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പൊക്കുന്നുണ്ട്. ബ്ലൂ വാളിൽ നിന്നാണ് പൊക്കുന്നത്. ഇത് നല്ല സേഫ് ആവുമെന്ന് തോന്നുന്നില്ല. അത് പറഞ്ഞ പോലെ തന്നെ സേഫ് അല്ല. അതവിടെ D2K സോള് നമ്മൾ അവർ എടുത്തിട്ടുണ്ട്. ഇടപെടും കൊണ്ട് ഗോകുവിൻ്റെ ഒരു അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ കിട്ടുന്നില്ല. അവിടുത്തെ പൊക്കാൻ പോകുന്നു. അവിടെ D2K സോള് വരുന്നു. സ്ലോ ആയിട്ട് പൊക്കുന്നു. പക്ഷേ അത് നല്ല സ്ലോ ആയിട്ടാണ്. പക്ഷേ ഒരു HP ഇല്ല ടീമിൽ. അത് വൈപ്പറിൻ്റെ നല്ല അടിയിട്ടിരിക്കുന്നു. അങ്ങനെ D2K സോൾ ഡൗൺ ആയിട്ടിരിക്കുന്നു. അത് ഗോകുന്ന് ഡൗണായി ഒരു എലിമിനേറ്റ് ആയിരുന്നു. അങ്ങനെ ഷാഡോ നല്ലൊരു ബാക്ക് സപ്പോർട്ട് കൊടുത്ത കാരണം മാത്രമേ ജയിച്ചത്. ഇവിടെ 1v1 സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ അതവിടെ വൈപ്പർ വീണിരിക്കുന്നു. ഞാനൊരു ചെറിയൊരു യൂട്യൂബിൽ പണിയാണ്. അതവിടെ TGA KG എലക്സ് ഷാഡോനെ ഡൗൺ ഇട്ടിരിക്കണം. കില്ല് ഫിനിഷിട്ട് ആഷിറിനെ ഗ്രീനോ നോക്കി. അത് സ്റ്റോൺ. അങ്ങനെ ഫസ്റ്റത്തെ റൗണ്ട് RG സ്പോർട്സ് എടുത്തിരിക്കുന്നത്. നല്ലൊരു കംബാക്കിലൂടെയാണ് RG സ്പോർട്സ് വരുന്നത്. അതവിടെ ഗ്രീനോനെ കളിച്ചിട്ടിരിക്കുന്നു. ലോയിസിയും എന്തൊക്കെ പേരാണ് വായിലുള്ളത് പേരും. അതവിടെ M82 കൊണ്ട് 3 ബ്ലൂ വാളിൻ്റെ ഇവിടെ നമുക്ക് ഷാഡോനെ കളിച്ചിരിക്കുന്നു. അതവിടെ റാഗി സ്പോർട്സിൻ്റെ കംബാക്കാണ് കാണാൻ പോകുന്നത്. ഗോകുവിൻ്റെ നല്ലൊരു M82 അടി. നെക്സ്റ്റ് ആഷിറിനെ കളിച്ചിട്ടിരുന്നു. ഷാഡോ 2 പേരും നല്ലൊരു കംബാക്കാണ്. ഒരു ടീമായി. അങ്ങനെ റാഗി സ്പോർട്സ് 2 ആൻഡ് ലോസി 2. അതവിടെ റാഗി സ്പോർട്സിന് ഒരു റാഗി അല്ല ലോസി അത് നോക്കിയിട്ടിരിക്കുന്നു. ഷാഡോനാണ് നോക്കിയിട്ട് D2K സോൾ. D2K സോൾ വരെ പോയി 150. അത് സ്റ്റോണിൻ്റെ ഒരു ബാക്ക് സപ്പോർട്ട് കൂടി MP40 നല്ലൊരു ഫൈറ്റ്. അത് വൈപ്പറും കൂടി വീഴുന്നു. ലോസിമിൽ ഒരു എനിമി മാത്രം. ആഷിർ മാത്രമുള്ളൂ. ആഷിറിൻ്റെ ഒരു വൈപ്പ് ഇപ്പോൾ നോക്കാം. വുഡ് പാക്കറും അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത് ഹെഡ് ഷോട്ടായില്ല. മൂഞ്ചി പോയിട്ടിരിക്കുന്നു. MP40 പിടിക്കാൻ പോകുന്നു. അത് 12 മാത്രമായി കയറിയിട്ട് ഒരു അടിപോലും കയറിയില്ല. അത് സോണിലൂടെ ബെറ്റർ TGA KG അടിച്ചിരിക്കുന്നു. അങ്ങനെയാണ് സ്പോർട്സ് 3 ലോസിയും 1 LQ.
TJKG ഡബിൾ കൊണ്ട് ഷൂട്ട് നല്ലൊരു അടിപൊളി എടുത്തിട്ടുണ്ട്. അവിടെ TJ ഓ അത് നടന്നു. ശരി മിനിറ്റ് കേട്ടോ. അതാ ഒന്ന് റീസെന്റ് ചെയ്തിട്ടാണ് ഞാൻ പറയണത്. ചെക്കനോട് പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. അല്ലെങ്കിൽ നാളെ കിടക്കട്ടെ, നാളെ എവിടെയൊക്കെ തമ്മിൽ അങ്ങനെ അടുത്ത കംബാക്കിലൂടെ ലോസിയും വരികയാണ്. റാഗി സ്പോർട്സിൽ ലോസിയും വേണം. അപ്പോൾ എല്ലാവരും ചെക്ക് ഔട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഷാഡോ വീണിട്ടുണ്ട്. അത് ഷാഡോ സ്റ്റോൺ പൊട്ടിയിട്ടുണ്ട്. യൂട്യൂബിൻ്റെ ഫുള്ള് പ്രശ്നമായിട്ട് കിടക്കും. അതായത് TJൻ്റെ നല്ലൊരു ഹെഡ് ഷോട്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല. അതോ നെക്സ്റ്റ് ഹെഡ് ഷോട്ട് സ്റ്റോണിൽ 2 ഹെഡ് ഷോട്ടാണ് ഇവിടെ വീണിരിക്കുന്നത്. നല്ലൊരു ഇത് തന്നെയാണ് TJKGയുടെ ഇതിന് നല്ലൊരു ഹെഡ് ഷോട്ട്. അതാ മറ്റേതൊരു ബോഡി ഷോട്ടായിട്ടൊന്ന് ഇത് ഹെഡ് ഷോട്ടാണോ നോക്കാം നമുക്ക്. ഹെഡ് ഷോട്ടാണ്. ഓ അതവിടെ നമ്മൾ TJKGനെ കുത്തി പിടിച്ചെടുത്തിട്ടുണ്ട്. അതവിടെ റാഗി സ്പോർട്സിൽ നിന്ന് TJK സോള് വേണ്ടിയിട്ടുണ്ട്. അത് ആശയം വേണ്ടിയിട്ടുണ്ട്. അത് നെക്സ്റ്റ് ഒരു ഷാഡോ വേണ്ടിയിട്ടുണ്ട്. ഇവിടെ 3 പേരാണ് വീണിട്ടുള്ളത്. ഞാൻ ഒറ്റൊരു എനിമി മാത്രം. അതായത് സ്റ്റോണിൻ്റെ ഒരു വൈപ്പ് എടുക്കാൻ നമുക്ക് UAP റൂഫ് കയറിയിട്ടുണ്ട്. അതോ പക്ഷെ അത് 2 പേരാണ് വന്നിട്ടുള്ളത്. ലൈവ് സ്ട്രീമിൽ കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. ഒരു മൈക്കിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് നാളെ അത് മാറ്റം വരുത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ സ്ട്രീമിൽ ക്ഷമിക്കേണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റത്തെ ടൂർണമെൻറ്റാണ്. അപ്പോൾ ഇനിയും അങ്ങോട്ട് ടൂർണമെൻറ്റ് വരുത്തണം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, നല്ലോണം രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇനിയും വരാൻ പോകണം. അതവിടെ ഇവിടെ റാഗി സ്പോർട്സ് 5 റൗണ്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ലോസീമിൻ്റെ ഒരു കംബാക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഡഗ്രീനെ അവിടെ അടിക്കാൻ നോക്കണം. അത് ഒരു കൊള്ളുന്നില്ല. നല്ലൊരു സപ്പോർട്ടും കൂടി TJK സോൾവ് അത്യാവശ്യം നമ്മൾ റൈറ്റ് സൈഡിൽ ഉണ്ടാവുന്ന ഒരു സാധനമില്ല നമ്മൾ എല്ലാവരും എടുക്കുന്നത്. അതൊരു വർക്കാവുന്നില്ല. അതാണ് പ്രശ്നമായിട്ട്. ലോസിയമിൻ്റെ 2 പേര് മാത്രമേ ഉള്ളൂ. ഒന്ന് ആശിറും സ്റ്റോണുമാണ്. UMP ഉണ്ട്. ആശിറിന് നല്ലൊരു കൊടുക്കാൻ നോക്കുന്ന പക്ഷേ ഇത് പറ്റുന്നില്ല. സ്റ്റോൺ നോക്കിയിട്ട് ഇനി സ്റ്റോണിൻ്റെ വൈപ്പ് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. സ്റ്റോണിൻ്റെ ഹെഡ് ഷോട്ട് ഗോകുൽ സ്റ്റോണിൻ്റെ നോക്കാം. സ്റ്റോൺ ഡിസ്റ്റൻറ്റ് ഗ്രൗണ്ട് വട്ടപ്പെടുത്താൻ നോക്കുന്ന വിഷയം നടത്തുന്നില്ല. ഇത് TJ ഗരീനോ എടുത്തിട്ടുണ്ട്. അങ്ങനെ റാഗി സ്പോർട്സ് 6 റൗണ്ടുമായിട്ട് പോകുന്നു. കളിക്കുന്നത് RJ കുമാർ. അടുത്ത ടീമിൻ്റെ പേരൊന്നും അറിയില്ല, നോക്കണം. ഇത് കഴിഞ്ഞിട്ട് നോക്കാം. എടാ നീ യൂട്യൂബിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടോ, അപ്പോൾ റെഡി. അതാ TJ ഗ്രൗണ്ടോ ആശിറിന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3v3 സിറ്റുവേഷനാണ് 2 പേർക്കും വരുന്നത്.
സ്റ്റോണിനെ 3 കൂടി പണിക്കുന്നു. എല്ലാവരും കണ്ണും അവിടെ ഒന്നും പറ്റുന്നില്ല. അതാ 2 പേര് പോയിരിക്കുന്ന ആഷിറും സ്റ്റോണും. ഇവർ ഒരുമിച്ചാണ് കളിക്കുന്നത്. ആഷിർ സ്റ്റോണും ഒരു ഇതുമായിട്ടാണ് കളിച്ചിരുന്നത്. പക്ഷെ 2 പേരും തോറ്റ് ഇതായിട്ടുണ്ട്. വൈപ്പർ ഡൗൺ ആയിട്ടുണ്ട്. ഇനി വെറും ഷാഡോ മാത്രമേ ഷാഡോൻ്റെ വൈപ്പ് കാണാൻ പറഞ്ഞേക്കും. കുറച്ച് നോക്കണം, പക്ഷെ നോക്കുന്നില്ല. അതാ TJ ഗ്രീനോണ്ട് MD40 ഹെഡ് ഷോട്ടും അടിച്ചുകൊണ്ട് TJ ഗ്രീൻ അതിലും കൂടി നമ്മൾ അറിയിക്കുന്നതാണ് ലൈവും വീഡിയോസ് ഒക്കെ ഇടുന്നത്. ഇപ്പോൾ ഇവർ ഇറങ്ങി കളിക്കുകയാണ്. ഇവർക്ക് ഒരു കളി റൗണ്ട് കൂടി എടുത്താൽ മതി. അതുകൊണ്ട് സീൻ തന്നെ. അതായത് TJ ഗ്രീനും നോക്കുന്നുണ്ട്. എക്സിമേറ്റുണ്ട്. ടിക്ക് സോൾ ഇതാ പോകുന്നു. ഇത് ഗോഗും TJ KGയും കൂടി പോകുന്നു. പക്ഷെ ഇവിടെ ഗ്ലൂ വാളിട്ട് മൂടിയിരിക്കുകയാണ് ലോക്സിയും. അതവിടെ അടിപൊട്ടി. അത് ഒരുത്തനോട് എടുത്തിട്ടുണ്ട്. അത് ആഷിറിനെ അടിക്കാൻ നോക്കിയത്. പക്ഷെ ആഷിറിന് നല്ലൊരു ഡാമേജ് കിട്ടി. ആഷിറും മൂഞ്ചി. ആഷിർ ഒരു ഐക്യം വേണ്ടി ഇറക്കിയാണ്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അത് ഓക്കെ ഇവർ മിക്കവാറും എടുക്കും. ഈ റൗണ്ട് എന്തായാലും ലോസിയമെ കൊണ്ടുവന്നു മിക്കവാറും. കാണുന്ന എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അതാ ഇവിടെ റാങ്കി സ്പോർട്സിനെ തകർത്തുകൊണ്ട് ലോസിയം ഒരു റൗണ്ട് കൂടി എടുത്തിട്ടുണ്ട്. 4 റൗണ്ട് ഒരു ഇമോട്ടൊക്കെ കിട്ടുകയാണ് സ്റ്റോൺ. ഒരു അലോ ആ ഇമോട്ട് റിവെഞ്ച് കാണിക്കാൻ പോകുന്നൊരു ഇതാണെന്ന് തോന്നുന്നു. ഉള്ള സീനാണ്. അതാ സ്റ്റോൺ ഇവിടുന്ന് ഒരു 1 ടാപ്പ് അടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. ഇവരിപ്പോൾ ഒരുമിച്ച് നിൽക്കുകയാണ്. ലോസിയം ഇത്ര നേരം ഒരു ഇതായിട്ട് പോയി. ഷാഡോ കയറി പോകുന്നതിൻ്റെ വൈപ്പറിന് ആഷിറിന് നല്ലൊരു ഡാമേജ് കിട്ടിയിട്ടുണ്ട്. വൈപ്പർ വളരെ TJ KG ഇതിൻ്റെ ഒരു ഹെഡ് ഷോട്ടാണ് വുഡ് പെക്കറുണ്ട്. അത് ഒരുമിച്ച് നിൽക്കാത്തതിന് നല്ലൊരു ടീമിൻ്റെ ഇത് കാണുന്നുണ്ട്. ഒരുമിച്ച് നിൽക്കാണ്ടാണ് വൈപ്പർ പോയി എത്തുന്നത്. ഒരുമിച്ച് നിൽക്കണമെങ്കിൽ കളി എടുക്കാമായിരുന്നു. അതാ ഷാഡോ എന്താണ് കാട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആഷിർ ഒരു എലിമിനെ എടുത്തിട്ടുണ്ട്. ഷാഡോനെ TJ KG എടുത്തിട്ടുണ്ട്. വേഗമായിട്ട് എന്താ ഡിസ്ക്വാളിഫൈ ആവാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ലോസിയും ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ട്. നമ്മളെ റാഗി സ്പോർട്സ് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അടുത്ത ഇതിൽ ക്വാളിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ വെൽ ഡൺ റാഗി സ്പോർട്സ് ആൻഡ് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ലോസി.